ദേശീയപാതയുടെ നിർമ്മാണം മൂലം യാത്രാമാർഗം തടസ്സപ്പെട്ട് ഒരു നാട്. കൊല്ലം കല്ലുത്താഴത്താണ് ജനങ്ങളുടെ വഴി അടച്ച് ദേശീയപാത നിർമ്മാണം നടക്കുന്നത്. സർവീസ് റോഡുകളിൽ നിന്ന് ബൈപ്പാസിലേക്ക് കയറാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. കൊല്ലം ബൈപ്പാസിൽ ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കല്ലുന്താഴം എന്ന് പറയുന്ന ജംഗ്ഷനിലാണ്. കല്ലുന്താഴം എന്ന് പറയുന്നത് കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലൊന്നാണ്. ആ ജംഗ്ഷൻ്റെ സമീപത്തായി ഇപ്പോൾ ഒരു പാലത്തിൻ്റെ നിർമ്മാണം, റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ പാലത്തിൻ്റെ നിർമ്മാണമുണ്ട്. അത് ഇരുമ്പ് തൂണുകളിലാണ് ആ പാലം നിർമ്മിക്കുന്നത്. അതുപോലെ രണ്ട് പാലങ്ങൾ ആ രണ്ട് സൈഡിലായിട്ട് വരും. തെക്ക് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കും പോകുന്ന റോഡുകളിലായിട്ട് വരും. ആ സമയത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്നു എന്നുള്ളതാണ്. ആ അപ്രോച്ച് റോഡ് ഇല്ലാത്തത് മൂലം ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങൾ, ഈ പ്രദേശവാസികളായിട്ടുള്ള ജനങ്ങൾ അടക്കമുള്ള ആൾക്കാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു. അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോവുകയാണ്. മൗലികാവകാശം പൂർണ്ണമായും നിഷേധിക്കപ്പെട്ട് ദേശീയപാതയുടെ നിർമ്മാണം ഇവിടെ നടന്നിരിക്കുകയാണ്. ഇതിന് ഞങ്ങൾ എല്ലാ വാതിലുകളും മുട്ടിക്കഴിഞ്ഞു. ഏറ്റവും അവസാനമായി ഈ നാഷണൽ ഹൈവേയുടെ സുപ്രീം അതോറിറ്റി ഉദ്യോഗസ്ഥനുമായി കഴിഞ്ഞയാഴ്ച എംപിയുമായി ഞങ്ങൾ 1.5 മണിക്കൂർ നേരം ഡിസ്കഷൻ നടത്തി. അപ്പോൾ അദ്ദേഹം തനിച്ചിവിടെ വന്ന് ഇവിടെ അറിയിച്ചു വന്നാൽ ആളുകൾ കൂടും എന്നുള്ളത് കൊണ്ട് ആരും അറിയാതെ വന്ന് പ്രദേശം പഠിച്ചിട്ട് പോയിട്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഞങ്ങളോട് അവസാനമായി പറഞ്ഞിരിക്കുന്നത്. 58 ദിവസം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടി. ഓട്ടോ ഒന്നുമില്ല. മറ്റേ കിളിയിൽ കല്ലുന്താഴയിൽ ബസ് ഇറങ്ങി പോകാൻ ആയിരക്കണക്കിന് ആൾക്കാർ പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, മൊത്തം 4 ഹോസ്പിറ്റൽ, ഒരു അഷ്ടമുടി ഹോസ്പിറ്റലുണ്ട്, മെഡിറ്റീനുണ്ട്, NS ഉണ്ട്, പബ്ലിക് സ്കൂളുകളുണ്ട്. ഇതെല്ലാം വഴി നടക്കാൻ പോലും വഴിയില്ലാതെ ആക്കി ഒരു വികസനം എന്ന് പറഞ്ഞിട്ട് ഇത് വികസനം മുരടിപ്പായത് ഉണ്ടാക്കി വെച്ചു. അവിടുന്ന് ഐറ്റിന്ന് കടവൂർ പോകണമെങ്കിൽ 8 കിലോമീറ്റർ ഓടണം. 5.5 കിലോമീറ്റർ ഓടിയാൽ കടവൂർ ചെല്ലും. ഇതിപ്പോൾ 8 കിലോമീറ്റർ ഓടണം. ഓടുന്നത് മാത്രമല്ല, റോഡുകൾ ബ്ലോക്കാണ്. ആംബുലൻസൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ കടപ്പാക്കട വഴി കറങ്ങി ചെമ്മാമുക്ക് വഴി ഇറങ്ങി ഐറ്റി വന്ന് ഐറ്റിന്ന് പോകുന്നത്. റെയിൽവേ ക്രോസിൻ്റെ സമീപത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത ഒരു അപ്രോച്ച് റോഡ് ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ പോലെയല്ല. ഒട്ടേറെ ജനങ്ങൾ, ഒട്ടേറെ നാട്ടുകാരെയും യാത്രക്കാരെയും ഒക്കെ തന്നെ ബുദ്ധിമുട്ടിലാക്കുന്നതാണ്. ദേശീയപാത അതോറിറ്റിയിൽ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം പരാതി പറഞ്ഞിട്ടുണ്ട്. ആ പരാതിയിൽ പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. 58 ദിവസമായി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ആ 58 ദിവസവും ഇവിടുത്തെ ജനങ്ങൾ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹകനുമെത്താത്ത സ്ഥിതിയാണ്. ക്യാമറമാൻ ഷാനവാസ് പരിതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.